director, trainers, and all my dear friends. A very good morning and warm welcome to one and all. I am Seema, and it's a pleasure to host this bittersweet occasion, our farewell to this version of our success. So let's invite the bridegroom onto the stage. It is my privilege and honor to welcome you all to today's annual function organized for a dear passion, e-commerce and software program students. On behalf of Don Bosco Tech Panalur, I extend a warm and heartfelt welcome. The director and center head of Don Bosco Tech, Father Vineet Bende, to deliver the presentation. പരസ്പരം കാണുകയും അടുത്തറിയുകയും പരിചയപ്പെടുകയും ദീർഘനാളത്തെ സുഹൃത്തുക്കളെ പോലെ പരസ്പരമാവുകയും ചെയ്തവരാണ്. നിങ്ങൾ ഇവിടെ വരികയും പലതരത്തിലുള്ള കലാപരമായ കാര്യങ്ങൾ അത് മാത്രമല്ല കമ്പാരിറ്റീവ്ലി ആദ്യത്തെ ഒരു ഇൻസിഡന്റ് ഒഴിച്ചാൽ വളരെ അച്ചടക്കം കൊടുക്കുന്ന കാര്യം, അതായത് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യം സ്റ്റെപ്പിലിരിക്കുന്നത് അത് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. അവരും എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ വന്ന് പരിചയം പുതുക്കണമേ മാത്രം പറയുന്നു. അതോടൊപ്പം കളികളിലൊക്കെ നല്ല ആശംസകൾ നൽകുന്നു. ഏറ്റവും സന്തോഷകരമായിട്ട് നിങ്ങൾ ഇന്നത്തെ അവസാന നിമിഷങ്ങൾ ചിലവഴിക്കുക. അതോടൊപ്പം തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വന്നിട്ടില്ല. അതിന് മുന്നേ എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഫ്ലഡ്ജൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. ഫ്ലഡ്ജ് പകുതി ആയപ്പോൾ കയ്യിന്ന് വരാനുള്ളത് കാല് വരുന്നു. പക്ഷെ എങ്ങനെ ജസ്റ്റ് ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും എനിക്കൊരു പേടി അത്ര നേരം കൂടായിട്ട് വായിച്ചുകൊണ്ട് പോയിട്ടില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയത് വായിക്കാൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ സംഭവം പരിപാടി ചെയ്യില്ല. കുറച്ച് അങ്ങോട്ട് തോന്നി. ഈ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ മാറി തുടങ്ങിയത് ഇവിടെ ഇത് തൊലിപറ്റി വെച്ചു. इशारे ये तो पढ़ने लगी ओ मुंडा सिद्ध पे अड़ा ओ तेरे पीछे पड़ा ओ मुंडा सिद्ध पे अड़ा तेरे पीछे पड़ा मेरे नाल कर ले जरा ഇവിടെ വന്നതിന് ശേഷം എല്ലാ ദിവസവും ക്ലാസ് വരുമായിരുന്നു. ഞാൻ പഠിക്കാൻ മാസം പോയിട്ട് പെട്ടെന്ന് കഴിഞ്ഞു പോയി. കുറച്ചാളും കൂടി വേണമായിരുന്നു. അതെന്താണെന്ന് അറിയത്തില്ല. സമയമൊക്കെ പെട്ടെന്ന് പോവുക. അത്രയൊക്കെ ഒന്ന് പറയാൻ ടീച്ചർ പിന്നെ നമുക്കെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു, സാറുമാരൊക്കെ. അതുകൊണ്ട് വളരെ നന്നായി. ശരി അന്നേരം ഓക്കെ. मन ने चौथी सा
നമുക്ക് എന്തായാലും പോയി പിള്ളേരെയൊക്കെ കണ്ടിട്ട് വരാം. ആ ഒരു ചെല്ലത്തിൽ കണ്ടി കേട്ടില്ല സത്യം. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പഠിക്കാൻ വേണ്ടി പോകാൻ അതിലും നല്ലൊരു കോഴ്സ് എടുത്ത് പോകുന്നതാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറെ ബന്ധങ്ങൾ അതും പല രീതിയിൽ പല സ്വഭാവം. ആ സാധാരണ ഇതൊക്കെ അങ്ങനെയല്ലേ, ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്തൊക്കെ എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പാണ്. കല്യാണം കഴിച്ചവര്, കഴിക്കാത്തവര്, പ്രണയിക്കുന്നവര്, പ്രണയിക്കാത്തവര് ഇഷ്ടംപോലെ. 3 മാസം അടിച്ചു പൊളിച്ചു. അതേപോലെ എനിക്ക് സ്റ്റേഷനിലില്ല, ഇവിടെ വന്നപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കൂടി, എന്തും പറയാനുള്ളൊരിതായി. അങ്ങനെയല്ല, നല്ല 3 മാസ കാലഘട്ടമായിരുന്നു. വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട് തോന്നിയത്. പിന്നെ എല്ലാവരെയും വിളിക്കാൻ പോകുന്നു, അതും ഇതൊക്കെ ഉണ്ടായത് വലിയ പ്രശ്നമില്ല. ഞാൻ ഈ കോഴ്സ് എടുത്തപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലായിരുന്നു. ഞാൻ 3 മാസം പെട്ടെന്നാണ് ലൈഫിൽ പോയത്. പിന്നെ പല പല ചേഞ്ചുകൾ ലൈഫിലുണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് പാട്ട് പാടുന്നത്. അത് മിസ് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ടാണ്. സത്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ സ്കൂൾ ടൈമൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ വന്നതിന് ശേഷമാണ് ചെയ്യാൻ പറ്റിയത്. പാട്ട് പാടിയത്, തോട്ട് പറഞ്ഞത്. അന്നൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചർമാർക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന പിള്ളേരോടായിരുന്നു കാര്യം. അന്ന് അത്രയും പഠിക്കുന്നില്ല. സത്യസന്ധമായിട്ട് പറയാം, എൻ്റെ ഡിഗ്രി വരെ ഞാൻ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയേ അല്ലായിരുന്നു. ഏറ്റവും ബാക്കിൽ, ആരോടും വലിയ മിണ്ടാത്ത, ഇങ്ങനെ മാറിയിരിക്കുമായിരുന്നു. എല്ലാവർക്കും ടീച്ചർമാരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന പഠിക്കുന്ന പിള്ളേരായിരുന്നു. അവരെ വിളിച്ചിട്ടായി പാട്ട് പാടാനും ന്യൂസ് വായിക്കാനും അന്ന് നമ്മളിങ്ങനെ ബാക്കിയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കും പല കാര്യങ്ങളും ചെയ്യണമെന്നുള്ളത്. ഇവരാരും നമുക്ക് വലിയ സപ്പോർട്ട് തന്നിട്ടില്ല. സത്യത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായത്. പിന്നെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരെ പരിചയപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടൂർ പോകുന്നത്. ലൈഫിൽ ഫസ്റ്റ് ആയിട്ടാണ്. ഒരു നോക്ക് കാണാതെ
ഓർക്കുന്നു വീണ്ടും ഓർക്കുന്നു അന്ന് നാം തമ്മിൽ പിരിയുണ്ടാവും. പറയാതെ അറിയാതെ നീ പോയതല്ലേ ഒരു വാക്കുമില്ലാഞ്ഞതല്ലേ ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ ദൂരേക്ക് നീ മാഞ്ഞതല്ലേ.
ആവുമെന്ന്. പക്ഷെ പെട്ടെന്ന് തീർന്ന പോലെ വിഷമം പോലെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് അടിക്കുക. Something tells me it's enough.